നിങ്ങൾ അറിഞ്ഞോ, പ്രോവിഡന്റ് ഫണ്ടിൽ പുതിയ മാറ്റങ്ങളുമായി EPFO 3.0 വരുന്നു. ഇനി PF UPI വഴിയും പിൻവലിക്കാം. EPFO 3.0 വരുന്നതോടെ EPFO പോർട്ടലും കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആകും. AI ഭാഷാ ടൂളുകൾ ഉൾപ്പെടുന്ന പുതിയ പോർട്ടൽ ഇതിലൂടെ അവതരിപ്പിക്കപ്പെടും. മാത്രമല്ല, വിരമിക്കുന്നവരുടെ ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിനായുള്ള നടപടികളുടെ അവസാന ഘട്ടത്തിലാണ് പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ. നിലവിൽ ഏകദേശം 8 കോടി സജീവ അംഗങ്ങൾക്ക് അവരുടെ വിരമിക്കലിനായി ഏകദേശം 28 ലക്ഷം കോടി രൂപയുടെ ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിന് ഏജൻസിയെ തിരഞ്ഞെടുക്കാൻ താൽപര്യപത്രവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇനി എന്താണ് ഈ EPFO 3.0? വാണിജ്യ ബാങ്കുകൾ സാങ്കേതിക വിദ്യയിൽ മുന്നേറിയപ്പോൾ സമാനമായ ബാങ്കിംഗ് സൊല്യൂഷനിലേക്ക് മാറുന്നതിനായാണ് EPFOയും അപ്ഗ്രേഡുകൾ നടത്തുന്നത്. പൂർണ്ണമായും മാറ്റങ്ങൾ വരുത്തിയ വിധത്തിലായിരിക്കും EPFO 3.0 കൊണ്ടുവരുന്നത്. EPFO അംഗങ്ങൾക്ക് അവരുടെ അക്കൗണ്ട് എവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും രാജ്യത്തുടനീളമുള്ള ഏത് EPFO ഓഫീസിൽ നിന്നും സേവനങ്ങൾ ലഭ്യമാക്കും. അടുത്ത 10 വർഷത്തേക്കുള്ള സാങ്കേതിക ആവശ്യങ്ങൾക്കനുസരിച്ചാണ് പോർട്ടൽ രൂപകൽപ്പന ചെയ്യുന്നത്. വരാനിരിക്കുന്ന ലേബർ കോഡുകൾ അനുസരിച്ച് അസംഘടിത മേഖലയിലെ തൊഴിലാളികളെയും EPFO കവറേജിൽ ഉൾപ്പെടുത്തും. ഇതുകൂടി കണക്കാക്കിയാണ് പോർട്ടൽ വികസിപ്പിക്കുന്നത്. ഇനി UPI വഴി എങ്ങനെ പണം പിൻവലിക്കാമെന്നറിയണ്ടേ? UPI വഴിയും PF അക്കൗണ്ടിലെ പണം പിൻവലിക്കാനാവും. അതായത് നിലവിലുള്ള EPFO പരിഷ്കാരങ്ങളുടെ ഭാഗമായി UPI ലിങ്ക് ചെയ്ത BMAP വഴി 2026 ഏപ്രിലോടെ പണം പിൻവലിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അംഗങ്ങൾക്ക് BMAPൽ അവരുടെ മൊത്തം ബാലൻസ് കാണാൻ കഴിയും. ബാലൻസിൽ അർഹമായിട്ടുള്ള പിൻവലിക്കൽ തുകയും നിർബന്ധിതമായ 25% മിനിമം ബാലൻസും വ്യക്തമായി കാണിക്കും. പിൻവലിക്കാനാവുന്ന തുക ഓരോ ഇടപാടിനും 25,000 രൂപയായി പരിമിതപ്പെടുത്താനും ആവും. പിൻവലിക്കലിനായി നൽകിയിട്ടുള്ള 13 വിഭാഗങ്ങളിൽ നിന്ന് ഇപ്പോഴിത് 3 വെട്ടിക്കുറച്ചു. അവശ്യ വിഭാഗം, ഭവന ആവശ്യങ്ങൾ, പ്രത്യേക സാഹചര്യങ്ങൾ എന്നിങ്ങനെ 3 വിഭാഗങ്ങളാണ് ഇപ്പോഴുള്ളത്. ഇനി പുതിയ പോർട്ടലിന്റെ സവിശേഷതകൾ നോക്കാം. പ്രാദേശിക ഭാഷകളിൽ വിവരങ്ങൾ നൽകുന്നതിനായി AI അധിഷ്ഠിത വിവർത്തന രീതികൾ പുതിയ പോർട്ടലിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം വികസിപ്പിച്ച ഭാഷിണി പോലുള്ള AI അധിഷ്ഠിത വിവർത്തന സംവിധാനത്തെയാവും ഇതിനായി ആശ്രയിക്കുക. പോർട്ടലിൽ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ വിവരങ്ങൾ നൽകാനാവാത്തവരെ സഹായിക്കുകയാണ് ലക്ഷ്യം. പുതിയ തൊഴിൽ പരിഷ്കാരങ്ങൾക്ക് കീഴിൽ അസംഘടിത തൊഴിലാളികൾക്കും താൽക്കാലിക തൊഴിലാളികൾക്കും പ്രത്യേക ഫണ്ടുകൾ കൈകാര്യം ചെയ്യാനാകും. അതായത് EPFO 3.0 വരുന്നതോടെ ഇനി PF തുക പിൻവലിക്കുന്നതിനായി മണിക്കൂറുകളോളം പോർട്ടലിൽ സമയം കളയേണ്ടതില്ലെന്ന് ചുരുക്കം.